and survival series episode 2. ഇത് എപ്പിസോഡ് 2 ആണ്. ഇതിലത്തെ ഗോള് കഴിഞ്ഞ് നമ്മളെ ഗോള് ഫുള്ളായില്ല കേട്ടോ. അതിൻ്റെ ആർമ ഉണ്ടാക്കുക പകുതിയല്ല നമ്മൾ അല്ല ആലപ്പുള്ളിൽ പോയി ഒക്കെ ഓർമ്മയുണ്ട്. ഇതിലത്തെ ഗോൾ എന്താ വെച്ചാൽ അതിൻ്റെ ആർമർ ഫുള്ളാക്കുക, പിന്നെ ഒരു എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടാക്കുക. അങ്ങനെ പറഞ്ഞാലേ ഡയമണ്ട് കണ്ടുപിടിക്കുക നടക്കുന്ന കാര്യം കൊണ്ട് നമ്മൾ കുറച്ച് വുഡ് വേണം. വുഡ് 80 കഴിക്കണം. ചെയ്യണമെങ്കിൽ പിക്കാക്സ് ആണ്. പിക്കാക്സ് ഡയമണ്ടിൻ്റെ അതിന് 3 ഡയമണ്ട് വേറെ. പക്ഷേങ്കിൽ നമുക്ക് ബ്ലാക്ക് സ്മിത്ത് 5 ഓപ്ഷൻ അതിനോട് നമുക്ക് സുഖമായിട്ട് എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടാക്കാം. നമുക്ക് എന്തായാലും പേടിക്കണമല്ല. പിക്കാക്സ് ഉണ്ടാക്കട്ടെ. ഉണ്ടല്ലോ നമുക്ക് എങ്ങനെയും കേവ് കണ്ടിരിക്കണം. കേവാണ് കിട്ടാത്തത്. കേവ് തീരെ കിട്ടിയില്ല. പിക്കാക്സ് ഉണ്ടാക്കി എത്ര ബാക്കിയുണ്ടാവും? എത്ര എണ്ണം ബാക്കിയുണ്ടാവും? എത്ര എണ്ണം ഉണ്ടാവില്ലേ? പിന്നെ ഒരു ബക്കറ്റും കൂടി ഉണ്ടാക്കട്ടെ. ഓക്കെ, ഇത് മതി നമുക്ക്. ഇനി നമ്മൾ രാത്രി എത്ര ഉണ്ട് എന്താ ചെയ്യുക? ഡേ 2 കേട്ടോ. എന്തായാലും തിന്നാൻ ഫുഡൊന്നുമില്ല. ഇങ്ങനെ ഷീപ്പിൽ ഒന്നും എടുക്കാനാവില്ല. കണ്ടോ സെറ്റ് ഐഡിയ കണ്ടോ? ഇതുണ്ടോ? ഇതങ്ങ് മൈൻ ചെയ്യുക. നമുക്ക് ഇയാട് ഒരു സ്റ്റാക്ക് എന്തായാലും കിട്ടുമല്ലോ. ഒരു സ്റ്റാക്ക് വീറ്റും കിട്ടും. 2 സ്റ്റാക്ക് വീറ്റിട്ടുണ്ടാവും. എനിക്ക് 2 സ്റ്റാക്ക് വീറ്റ് ബ്രെഡ് 1 സ്റ്റാക്ക് ഇല്ല. 32 ബ്രെഡൊക്കെ എന്തായാലും കിട്ടും ഉറപ്പാ. അത് മതിയല്ല നമുക്ക്. 5 സ്റ്റാക്ക് 10 സ്റ്റാക്ക് ഒക്കെ മതി. മതി 32 മതിയല്ലോ. നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇറങ്ങാം. ഇപ്പം തന്നെ 32 എങ്ങനെയാണ് 51 ഉണ്ടാക്കാം. 51 ബ്രെഡ് കുഴപ്പമില്ല. നമുക്ക് അയാളെ കണ്ടുപിടിക്കാൻ റവി കണ്ടുപിടിക്കണം. ഞാനില്ലേ റവി കണ്ടുപിടിക്കാൻ ജംഗിളിലേക്ക് പോകാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ആ റിവറിൻ്റെ അടുത്ത് കൂടി കുറേ കറങ്ങി കിട്ടിയില്ല. ഞങ്ങൾ കണ്ടല്ലേ. പക്ഷേ ജംഗിൾ സൈഡിലേക്കാണ് പോകുന്നത്. ജംഗിളിൻ്റെ സൈഡിലേക്ക് പോയി ഉറങ്ങാം. ഇല്ല ഉറങ്ങുക, ജംഗിൾ സൈഡിലേക്ക് പോയി ഇങ്ങോട്ട് തരിക. അതായിരിക്കും നല്ലത്. പിന്നെ ഫസ്റ്റ് ഇതിൽ വെള്ളം നിറയ്ക്കണം. അവിടെ വെള്ളമുണ്ട്. പക്ഷേ ഇൻഫിനിറ്റ് ആക്കണം, അല്ലെങ്കിൽ പ്രശ്നം. ഇത് ഇൻഫിനിറ്റ് ആക്കണം. ഇൻഫിനിറ്റ് ആയാലോ ജംഗിളിലേക്ക് പോവാൻ ഞാൻ പറഞ്ഞു. പോയി ചത്ത്. ഇപ്പോൾ ഞാട്ട് പോകണ്ട. നമ്മൾ ജംഗിളിലേക്ക് പോയി. വോൾഫൊക്കെ ഉണ്ട് ചെയ്യാം. സീപ്പ് ജംഗിൾ എന്താ റവീന കേവോ എന്തെങ്കിലും ഇവിടെ ഒന്നും വാങ്ങാനില്ലല്ലോ. അങ്ങോട്ട് പോയാൽ അവിടെ അങ്ങോട്ട് പോകുമ്പോൾ കിട്ടേണ്ടതാണല്ലോ. ഇവിടെ എവിടെ ഇല്ല കേട്ടോ. അല്ലെങ്കിൽ കാട്ടിലെവിടെ കേവും റവീനൊക്കെ ഉണ്ടാവും. ഞാൻ എന്തിട്ടാ പൊട്ടതരം നല്ല അപ്പം കിട്ടിയാലും എന്തായാലും ആടെ തരുന്നില്ല. കിട്ടി ഗൈസ്. വലിയൊരു കേവ്. ഇതാക്കുന്ന അയണും കോളും
പക്ഷേ കോൾ എടുക്കാൻ ആടെ വരെ പോകുന്നൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അയവനെടുത്ത് കോൾ എടുത്തില്ല. 2 അയവനെ കിട്ടിയുള്ളൂ. ഞാൻ അതിങ്ങനെ മെല്ലെ മെല്ലെ കുളിച്ച് പുസ്തകം തട്ട് വാങ്ങിച്ചേ. അപ്പം അയവനെ കാണുന്നത് ഇങ്ങനെ ഏടാ കോള് താഴത്താ. താഴത്തേക്കാണ് 2 കോളല്ലോ ഇടും. സോംബി സൗണ്ട് ഞാൻ അവിടെ നിന്ന് ഓട്ടെ. എല്ലാവരും പിന്നെയും പോകും. കഴിഞ്ഞ പ്രാവശ്യം ലാവേ പ്രാവശ്യം എങ്ങനെ പോകാൻ പറയാണ്ടില്ല. എല്ലാവരും മുന്നോട്ട് കൊടുക്കാം. തായാണ് 2 അയം കണ്ട്. കോബിൾസ്റ്റോൺ ഉണ്ടല്ലോ. ഓക്കെ മെല്ലെ എങ്ങനെയാ ഉണ്ടാകും അങ്ങോട്ട് വേഗം തോർച്ചുണ്ടാക്കട്ടെ. മോനെ രാത്രിയായാലും വണ്ടി അവിടേക്ക് അപ്പം കൊള്ളേ. പോയിക്ക് കുറച്ച് വീഡിയോ പൗസ് ആയിട്ട് പോയത് നോക്കണ്ട. എല്ലാം അങ്ങോട്ട് പോകാം. സ്കെച്ചും പാടുണ്ട് തോന്നുന്നു. അങ്ങോട്ട് പോകാം. തിന്നട്ടെ. ആ വീഡിയോ കട്ടായി എന്തായാലും 6 ക്വാളിറ്റിക്ക് ഈ കേവ് ഇനി വേണ്ട. നമ്മൾ വേറെ കേവ് ഇട്ടും കൂടി അടുത്ത കേവ് ഇട്ട് എന്തുവാ ഒന്നുമില്ല. നമുക്ക് നല്ലൊരു വലിയ റവീൻ ടൈപ്പ് ആണ്. അതിന് ചിലപ്പോൾ ഡയമണ്ടൊക്കെ കിട്ടും. ഇതാ കിട്ടിയോ ആട്ടോ റവീന് ആടെ ഇട്ടുമുടി ആട്ടോ കൊണ്ട. ആ മക്കളെ എത്ര അയണ എടുക്കല്ലേ. MLG failed. MLG failed. ഗൈസ് ആ കുറച്ച് പൈസ ആയി പോകാൻ. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നീട് അവിടെ എത്തിക്കും. എത്രയായിട്ട് 10 ആയി. എൻ്റെ ആദ്യം 6 ആണല്ലോ. അപ്പോൾ 4 കിട്ടി. 10 4 14 ആണ്. മാമ അങ്ങോട്ട് പോകാൻ ഐസ്
മുകളിലെന്താങ്ങിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം വളരെ ഹെൽത്തില്ല കീപ്പറിലാട്ട് വീണിക്കാം. അപ്പോൾ അവിടെയുണ്ട് റവീന്. എല്ലായിടത്തും റവീനോടുള്ള കളികളാണ്. നമുക്ക് ആട്ട് പോയി വെക്കാം. ക്രീപ്പർ വീണിട്ട് ക്രീപ്പർ ഇങ്ങോട്ടാ വീണ്. എടുപ്പ് ആ ക്രീപ്പർ ക്രീപ്പറിനും ഡേട്ടിനും ഒരേ കളറാണ് തോന്നുന്നു. ഇവിടെ ഇതാക്കുന്ന കവുമൊക്കെ കൊടുങ്ങി കിക്കുന്ന മക്കളെ. ഈ റവീനാണോ നല്ലത്? എന്തായാലും നമ്മൾ കിട്ടുന്ന ആരാ നമുക്ക് കിട്ടിയേ? കിട്ടണ ആരാൻ കിട്ടി. ഇനി നമുക്ക് ഡയമണ്ട് കണ്ടിരിക്കുന്നോ വലിയ പ്രശ്നവും. നമുക്ക് ഐറന് ആർമ ഉണ്ടാക്കി ഡയമണ്ട് അടിക്കാൻ പോകണമല്ലേ? ഇപ്പം തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ നേരെ ഇവിടുന്ന് കുളിക്കാം. ഇവിടെ നമുക്ക് സ്ട്രൈറ്റ് മൈൻ ചെയ്യാം. ശരിയില്ലാത്ത സ്ഥലം പോലെ തോന്നലേ. അതൊന്ന് പോട്ടെ. അപ്പോൾ നമ്മൾ നേരെ സ്ട്രേറ്റ് നമുക്ക് ഇങ്ങനെയുണ്ട്. ഇത് കുറച്ച് ചാവാണെങ്കിൽ ചാവട്ടെ എന്ന് പറഞ്ഞു. ഞാൻ തീനോട്ട് ഞാൻ തിന്നാൻ നോക്ക്. ഓക്കെ നല്ല അങ്ങനെ ഓക്കെ ഇല്ല ഞാൻ ചില സ്പീഡിലായിട്ട് പോകുന്നു. പെട്ടെന്നൊക്കെ വീണിട്ട് പിന്നെ വാട്ടറൊക്കെ റെഡി ആയി നിൽക്കണേ. വലിയ കൊല്ലൊക്കെ കാര്യമല്ലോ. അത് ഡയമണ്ട് ഉള്ള ചിലപ്പോൾ ഡയമണ്ടിൻ്റെ മുകളിലേക്കാണെങ്കിലോ എന്താ സ്ഥലം ആയിക്കോയി പോയേക്കാം. അയാൻ അവിടേക്ക് പോയേക്കാം. ഡയമണ്ട് ഇവിടെ അയറുണ്ട്. ഇവിടെ ഡയമണ്ട് ഉണ്ടാവല്ലോ. ഫീൽഡുണ്ട് കുത്തുന്നേ. 14 പാടെ 18ആയി. ശരിയില്ലാത്ത സ്ഥലമല്ലേ. അതുകൊണ്ട് നമുക്ക് ഹെൽത്തൊക്കെ ഉള്ള ഇത് വേണ്ട നമുക്കില്ല. നമ്മൾ വന്നിട്ട് തന്നെ പോവാം. രാത്രിയായോ? അങ്ങനെ കുളിച്ച് പോവാം. സ്ട്രെയിറ്റ് കുളിച്ച് പോവാം. നല്ല കേൾവാണ്. ഡയറായിട്ട് ഡയമണ്ടുള്ള സ്ഥലം കിട്ടാൻ ഡയമണ്ട് കിട്ടുന്നത് വലിയ രാവിലെ ആക്കിയിട്ട് മതിയോ? കുറച്ച് വളർത്തും എന്നാൽ രാവിലെ ആക്കിയിട്ട് വരല്ലേ. വാട്ടർ വാക്കാറ്റാണ്ട് ഇങ്ങനെ പോകാം. ചാടി മാറ്റി ചാടി പിന്നെ ഡേർട്ട് എടുക്കുക. പ്രാവശ്യം ഇവിടെ എന്താച്ചി സാരല്ല. മെല്ലെ മുന്നോട്ട് പോകും. നമ്മൾ കേവിലെത്താനായി. വെച്ചാൽ ഇനിങ്ങനെ ഇനി മെല്ലനെ ഈ മൂലത്ത് രാത്രിയായി നിറച്ചും മോബ്സ് ആയിരിക്കും ഗൈസ്.
അതിപ്പോൾ നമ്മൾ ഡേട്ട് കണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല എൻട്രോമേനൊക്കെ അറിയാൻ എൻട്രോമേനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാനിത് കളിച്ച അതിലേക്ക് വേഗം ഉറങ്ങിച്ചാട്ട് പോവാം. ഇങ്ങോട്ട് ഉണ്ടായിരുന്നു അറിയാണ്ട് എന്തായിരുന്നു എൻട്രോമേനെ കാണാനേക്ക് നോക്കിപ്പോയി. എന്തായാലും പോട്ടെ വാ. ഇവിടേക്കല്ലേ നമ്മളകത്ത് എന്താ ഞാൻ കളിക്കുന്നത് ഇവിടേക്കട്ടെ വീങ്ങിൽ ഏം പോട്ടല്ലേ ഇപ്പോൾ ഡീസ്പണം എൻട്രോമേനാണ് പോയിട്ടോ. ബാക്കിയുള്ളവരൊക്കെ കത്തി ചത്തിട്ടുണ്ടാവും. എൻ്റെ മോനെ എൻ്റെ സാധനങ്ങൾ എത്ര ആയുണ്ടായിരുന്നുണ്ട്? 14 ആയാണ്. വേഗം എടുക്കുക. ഇനി വേറെ ഇത്രയും തോന്നാൽ അയണി അത്രയും കിട്ടൂല. കിട്ടുകയും ചെയ്യും. പക്ഷെ മൈന ചെയ്യാൻ ആൾക്കാത്തത് ഏടത് ഇങ്ങനെ കണ്ടോ? കണ്ടോ നിരന്ന് കെടുക്കുകയാണ്. മോണിറ്റർ ചെയ്തത് അയാളുടെ മെയിൻ സാധനം കിട്ടിയില്ല. അയാൾ ഇവിടെ കിടക്കാം. മൈനിങ് ചെയ്യാം. മൈനിങ് എവിടുന്ന് നമ്മൾ ചെയ്തു വന്നു. നമ്മൾ എവിടുന്നോ ഓടി വന്ന ഏഴായി നിന്നാലത് അങ്ങനെ പോവാം. ഇവിടെ നല്ലത് അപ്പുറത്ത് ഒന്നാട്ടാ എന്താ ഇവിടെ ഇതാക്കണ ഇവിടുന്ന് എന്താ മോനെ എത്ര ഫോണ് ഇടാണ്ടിട്ടുണ്ട്. എന്താ അടക്ക് എന്താ നല്ല എക്സ്പീരിയൻസ് ഇങ്ങനത്തെ സ്ഥലത്താണ് തീറ്റ പോയിട്ടുള്ള എന്താ പിക്കാച്ച് ഇതല്ല ഇനിയോ ഇനി കേട്ടായി അതൊക്കെ അടുക്കും. എൻ്റെ ഒരു സെറ്റ് ഐഡിയ ഉണ്ട്. ആ വുഡിനല്ലേ വുഡിൻ കൊണ്ടുവന്നാൽ മതി. ഇനി ഒരു കഫിൻ ടേബിൾ ഉണ്ടാക്കാം. എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് കുറച്ച് പിക്കാക്സ് ഉണ്ടാക്കാം. എന്നാൽ പിന്നെ അയറോണ്ട് പിക്കാക്സ് ഡയമണ്ടിനായിട്ട് യൂസ് ചെയ്യാമല്ലോ. ഇതാണ് ചെയ്യേണ്ടി. ഉണ്ടാക്കാൻ കഴിയില്ല.
കുറച്ച് നിങ്ങൾക്ക് കഴിഞ്ഞു സ്ലോ ആയാണ്ടായാലും പിക്കാക്സിന് വേണ്ട പക്ഷെ ഡയമണ്ട് കിട്ടിയ പിന്നെ മോള് പോയി വരെ ഉണ്ടാക്കാൻ ഇവിടെ എവിടെ കത്തി കിട്ടുന്നില്ല ഡയമണ്ട് കിട്ടുന്നില്ല എൻചാൻമെന്റ് ടേബിളിൻ്റെ കയ്യിൽ പോയോ അങ്ങനെ പറയാതെ ഞാനിപ്പോൾ തീർന്ന ഉച്ച താഴത്തേക്ക് പോകണോ ഇങ്ങനെ കുഴിച്ച് പോകണം നല്ല അങ്ങോട്ട് വലിച്ചല്ലോ എന്താ കേവോ കുറച്ച് ടോർച്ചുണ്ട് ഇത്രേ ഉള്ളൂ പഠിച്ചോനെ ക്രീപ്പറാണെന്ന് ആർത്തു ഇതങ്ങോട്ട് താഴ്ത്തി ഇങ്ങനെയല്ല എല്ലാം പോകാത്തേക്ക് ക്രീപ്പർ പൊട്ടിയെടുക്ക് ആടെ സ്കെൽറ്റനൊക്കെ ഉണ്ട് എല്ലാം ഇങ്ങോട്ട് കയറാം ഡയമണ്ട് രണ്ടെണ്ണം കറക്റ്റ് കിട്ടി ഇനി ഒന്നും നോക്കാൻ ഞാൻ ചത്തുന്നേ ഉള്ളൂ വേറെ വേണം അങ്ങോട്ട് പോവേ നോക്കണ്ട വേഗം അങ്ങോട്ട് പോട്ടെ മോനെ ഒക്കെ ഉണ്ടാക്കി എൻ്റെ മോനെ സെക്കൻഡ് എപ്പിസോഡിൽ തന്നെ ഇത്ര ആവും നാലോളം വിചാരിച്ചില്ലാലും 3 ഡയമണ്ട് ഇനി ഞാൻ വാട്ടർ ബോട്ടിൽ നിന്ന് നടക്കാൻ നിൽക്കണമല്ലോ എങ്ങനെ മോനെ ലക്ക് കറക്റ്റ് ഞാൻ ഉറങ്ങും ക്രീപ്പർ കൊല്ലും താഴത്തേക്ക് പോകും ഞാൻ ആ ചാട്ട് പോകണ്ട എല്ലാം താഴത്തേക്ക് പോകാനായിരുന്നു പക്ഷെ നോക്കുമ്പോണ്ട് സൈഡിലേക്ക് കയറാൻ ചോദിക്കുമ്പോൾ ഡയമണ്ട് കറക്റ്റ് 2 എണ്ണം ചോദിക്കുമ്പോൾ അടിയിൽ ഉണ്ടാവും 3 എണ്ണം ഇവിടെ എത്തി എല്ലാ ബ്ലോക്ക് തീർക്കും സമയം അപ്പം തന്നെ 25 മിനിറ്റായി 25 വീഡിയോ ഇത്രയും തോന്നുന്ന വീഡിയോ വലിയ വീഡിയോ അല്ലേ ഫോണിൽ സ്റ്റോറേജ് ഇല്ല വലിയ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫസ്റ്റ് എപ്പിസോഡ് 2 GB വീഡിയോ അങ്ങനെ 2 GB ആയോ എനിക്കറിയാം 4 ആയിരിക്കും ഓക്കെ മുകളിൽ ഒത്തിരി വാട്ടർ പാക്കറ്റ് യൂസ് ചെയ്യാം ഇവിടേക്ക് അങ്ങോട്ടെ എൻ്റെ വെള്ളം എന്ത് ഗ്ലിച്ചാത് എന്താ ബോണ്ടറിങ്ങാ ആ ചോറിൻ്റെ ജന്തു ജീവിയാണ് എന്തോ ആവട്ടെ മോന് ഡയമണ്ട് കിട്ടേ റൂമിൻ്റെ നെതർ ബോട്ടിലോ അടുത്ത എപ്പിസോഡിൽ വേണം നെതറിലും പോവാണേ നമുക്ക് അയറൻ്റെ ആർമറൊക്കെ എൻചാൻറ്റ് ചെയ്ത് നേരെ നെതർ പോകാൻ നെതർ ഫോട്ടോസ് കണ്ടിരിക്കുക ബ്ലേസോട് കണ്ടിരിക്കുക IF100 ഉണ്ടാക്കുക ഡ്രാഗനെ കൊല്ലുക ഇത്രേ പണിയുള്ളൂ എന്ന് പറയാം പക്ഷെ എന്തായാലും ഡ്രാഗനെ കൊന്നില്ല എന്താ വെച്ചാൽ എനിക്കിതായിട്ടും ഞാൻ നെതറിൽ പോയവൻ ചാവല ഞാൻ പണ്ടൊക്കെ വളവ് പോകാനൊക്കെ തന്നെയാണ് പക്ഷെ നോക്കാം ആദ്യം നമുക്ക് അടുത്ത എപ്പിസോഡ് നെതറാക്കണോ വേണ്ട അടുത്ത എപ്പിസോഡ് നമുക്ക് വീടുണ്ടാക്കാം സെറ്റ് പോയി
എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ എപ്പിസോഡ് 4ാമത്തെ എപ്പിസോഡിൽ നമുക്ക് നേരത്തെ പോകാം. ഞാൻ ഇത് വേഗം കുക്ക് ആകട്ടെ. എൻ്റെ മോനെ ഇപ്പോഴേക്ക് ഉറങ്ങട്ടെ. ഊഫ് മോനെ വേഗം ഇടയ്ക്ക് ഡീലല്ലേ ഉള്ളു. സീരിയൽ ഇനി ബുക്ക് വേണം. ഇതാകുമ്പോഴേക്ക് ഞാൻ ബുക്ക് എടുത്ത് തരാം. ബുക്ക് എടുക്കാനൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത്. വേഗം ഒരു ആക്ഷൻ ഉണ്ടാക്കട്ടെ. ഡയമണ്ടിൻ്റെ അല്ല കേട്ടോ, പിന്നെ ഞാൻ 2 ഡയമണ്ട് അടിക്കാൻ വേണ്ടി വരും. ഡയമണ്ട് ഇട്ട് ഉണ്ടാക്കിയാൽ വേഗം സമയമില്ല. ഈ പഴയ ലൈബ്രറി ഉണ്ട്, ആ ലൈബ്രറീൻ്റെ എല്ലാ ബുക്ക് ഷെൽഫും ഇങ്ങനെ പൊട്ടിക്കാം. ബുക്കും കിട്ടും. ഈ ബുക്ക് ഷെൽഫ് നമുക്ക് നമ്മളെ ഇതിൻ്റെ സൈഡിൽ വെച്ചാൽ കിട്ടും. എന്താ അറിയാം, പവർ കൂടി നമ്മളെ എൻജോയ്മെൻറ്റ് മൊത്തത്തിൽ സെറ്റാണ്. ഇനി ഉണ്ടോ എന്നാ നമുക്ക് പോവാം. മോനെ എൻചാൻറ്റ്മെൻറ്റ് ടേബിൾ ഉണ്ടാക്കാൻ പോകാം നമ്മളെ. അന്നിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗോള് നമ്മൾ ഫുള്ളാക്കാൻ പറ്റില്ല. കഴിഞ്ഞ എപ്പിസോഡത്തെ ഗോൾ നമ്മൾ ഫുള്ളാക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഗോൾ ഫുള്ളാക്കാം. അല്ലേ പവർ 2 ഗോൾ ഫുള്ളാക്കി. ഗോൾ എന്ത് ഹാർഡായിന്ന് പറയാം. ഡയമണ്ട് കണ്ടിരിക്കുക, അത് സിമ്പിളിലൊക്കെ ആയിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ ഡയമണ്ട് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എന്താ ചെയ്യാൻ, ഡയമണ്ട് കിട്ടില്ലേ. ഇങ്ങനെ വെക്കുക, ഇങ്ങനെ അല്ല എടുത്ത് ഇവിടേക്ക് വെക്കുക. എന്നിട്ട് ഒരു ബുക്ക് എടുക്കുക. എൻചാൻറ്റ്മെൻറ്റ് ടേബിൾ. ഒരു ഡയമണ്ട് ഒരു എപ്പിസോഡിന് ബാക്കിയുണ്ട്. ഈ എൻചാൻറ്റ് ടേബിൾ വെച്ചാൽ പിന്നെ പൊട്ടിക്കാനുള്ള എന്താ വെച്ചാൽ ഡയമണ്ട് പിക്കാക്സ് വേണം. അത് അവിടെ എവിടെ വെക്കുക, ഒരു സീൻ സ്ഥലത്താണ് വെക്കുന്നത്. ആ വലിയ പൊരല്ലേ, അതിൽ തന്നെ കൊണ്ടുപോയി വെക്കാം. വേണ്ടേ മൊത്തം ആർമർ ഉണ്ടാക്കിയാലേ, എന്നിട്ട് വീഡിയോ അവസാനിക്കാലോ. ഈ ബുക്ക് ഷെൽഫ് ഉണ്ടാക്കണമെങ്കിലോ എന്തോ ആവട്ടെ. ഇവിടെ ഹെൽമെറ്റും കൂടി അങ്ങോട്ട് മൊത്തത്തിൽ ഡയമണ്ടിലൊക്കെ കാണിച്ച് സെറ്റാണ് നമ്മൾ. ആ പോലെ പോയിട്ട് ഇതാക്കാം നമുക്ക് എൻചാൻറ്റ്മെൻറ്റ് ടേബിൾ വേണമെങ്കിലല്ലേ. നമുക്ക് ആ പോലെ തന്നെ നമ്മളെ പൊരാക്കാം, ഒന്ന് പൊളിച്ച് മോഡിഫൈ ചെയ്ത് നമ്മളെ പൊരാക്കാം. അല്ല എൻചാൻറ്റ്മെൻറ്റ് പൊട്ടിക്കണമെങ്കിൽ ഡയമണ്ട് പിക്കാക്സാണ്. ഇതൊക്കെ അല്ലേ എനിക്കൊണ്ടുള്ളൊരു പേടിയാണ്. ഇപ്പം ഞാൻ ഏടാണ്ടാക്കുക. ഇത് പൊളിക്കണ സ്റ്റെപ്പ് ഈ മൂലൊക്കെ ഉണ്ടാക്കാം. ഇതൊക്കെ നമ്മളെ പൊരാനാക്കിയത് എൻചാൻറ്റ്മെൻറ്റ് ടേബിൾ മോനെ. എൻചാൻറ്റ്മെൻറ്റ് ഇവിടെ വെക്കല്ലേ. ഇവിടെ അങ്ങ് വെക്കാം. സൈഡിൽ ബുക്ക് ഒക്കെ ആയിട്ടാണ് തോന്നുന്നു. അടുത്ത് മോനെ ലാപ്പിലസുണ്ട് കുറച്ച്. സോഡിൽ വെക്കണോ? ഏത് സ്മൈത്ത് വണ്ണാണ് വെക്കാക്ക്? വേണ്ട. പിക്കാക്സ് ഉണ്ടാവുന്നു, എഫിഷ്യൻസി ഞാൻ ബ്രേക്കുന്നു. വേണ്ട. ബുക്ക് ഷെൽഫ് ഉണ്ടാക്കട്ടെ. ബുക്ക് ഷെൽഫ് മോനെ ഇതാട്ടോ. ഇനി നമുക്ക് നമ്മളെ പോരാ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ബുക്ക് ഷെൽഫ് എങ്ങനെ ഉണ്ടാക്കാം? ഇതാകാം. ശരി വുഡ് വേണേന് കുറേ എണ്ണം വെക്കണം. ഇനി കുറേ ബുക്ക് വേണം, കുറേ വുഡ് വേണമല്ലോ. പുറത്തു സമയമില്ലല്ലോ. മതിയാവും. അത്ര ബുക്ക് അതിൻ്റെ ഉള്ളൂ. ഷുഗർ കെയിനൊക്കെ ഞാൻ അതിന് വേണ്ടി വെച്ചാൽ 2 എണ്ണം ഉണ്ടാക്കാൻ പറ്റുമോ? അതെന്താ അത്? ഇതൊക്കെ ഫൗള് പെനാൽറ്റി. വേണ്ട കട
ഉണ്ടാക്കിയാൽ മതി. എല്ലാം ഉണ്ടാക്കും. ഇതൊരു കഷ്ടം. അത് ഇങ്ങനെ ഉണ്ടാക്കുക. ഹൈ, നിങ്ങൾക്ക് എന്ത് സ്റ്റക്കാ? ലാഗാണ് ഗൈസ്, ലാഗാണ്. ഓക്കെ, നമുക്ക് 2 ബുക്ക് സെൽഫും കൂടി വേണ്ടി ഉണ്ടാക്കാം. ഇനി നമുക്ക് പിന്നെ ബാക്കി ഉണ്ടാക്കാം. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഉണ്ടാക്കാം. അല്ലേ വേണ്ടത് ഉണ്ടാക്കിയിട്ട് വീഡിയോ റെനോവേറ്റ് ചെയ്യണം. വീടുമൊക്കെ റെനോവേറ്റ് ചെയ്യാനല്ലോ, മൊത്തത്തിൽ ഒരു പണിയായല്ലോ. ഈ 2 കൂടി അങ്ങ് എടുക്കാം. കുഴപ്പമില്ലാത്ത രീതിയിലായിണ്ടാവും. എന്താ ബ്രേക്കിംഗ് 2 അതിന് 12 XP ഫാക്കണോ? ഇനിയിപ്പോൾ XP ഫാം ഉണ്ടാക്കണം ഗായ്സ്. XP ഫാം ഉണ്ടാക്കണല്ലേ, XP ഫാം ഉണ്ടാക്കണമെന്ന്. XP ഫാം. ഇപ്പോൾ ഗായ്സ് വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റായി.